അപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്, ഇത് മനസ്സിലാക്കാനും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ ആ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ അത് കോംപ്ലിക്കേഷൻ ഈ വീഡിയോ കഴിയുന്നതോടെ സോൾവ് ആവുന്നില്ല, പക്ഷെ ആ ഒരു സംശയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം മാറി കിട്ടും, അങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു 100 വാട്ട്സ് ആംപ്ലിഫയർ ഒരു 100 വാട്ട്സ് സ്പീക്കറിലേക്ക് RMS സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ 100 വാട്ട്സ് ഔട്ട്പുട്ട് ആ സ്പീക്കറിന് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര ആംപിയർ വേണം? ഇപ്പൊ 27027 5 ആംപിയറിന്റെ ബോർഡാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ ആ 5 ആംപിയർ കുറയുമോ? ഈ 100 കുറയും. 5 ആംപിയർ കൂടിയാൽ 100 കൂടുവോ അല്ലെങ്കിൽ ബോർഡ് പോവോ? അങ്ങനെ ഒരു മെഗാ സംശയമാണ് ഈ ആംപിയറിനെയും വാട്ട്സിനെയും ബന്ധപ്പെടുത്തിയിട്ട്. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് സോൾവ് ആവില്ല, അത് സോൾവ് ആക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അതിന് ഇങ്ങനെ കാരണം കൊണ്ട് ഇത്രയെന്ന് പറയുമ്പോൾ അത് സോൾവ് ആയി കിട്ടില്ല. അതായത് ഒരു 100 വാട്ട്സിന് 5 ആംപിയർ കൊടുത്താൽ അപ്പുറം ഔട്ട്പുട്ട് സ്പീക്കറിൽ 100 വാട്ട്സ് കിട്ടും. ആ 100 വാട്ട്സ് കിട്ടുന്നത് നമ്മൾ തിരിച്ചറിയുന്ന എങ്ങനെയാ? dB. നമുക്ക് അതിന്റെ ആ ലൗഡ്നെസ് വെച്ചിട്ട് ആ വോളിയം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലൗഡ്നെസ്. അപ്പൊ ആ 5 ആംപിയർ 3 ആംപിയർ 1 ആംപിയർ 10 ആംപിയർ അങ്ങനെയുള്ള ആ ആംപിയർ പ്രശ്നം, ആ ആംപിയറും നമ്മളുടെ ഔട്ട്പുട്ട് വാട്ട്സ് ആയിട്ടുള്ള ബന്ധമാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ആംപ്ലിഫയർ ബോർഡുകളുണ്ട്. ഒരു 100 തരം ഒന്നല്ല, അതിലേക്ക് മേലെ പല ടൈപ്പ് ഉണ്ട്, പല തരത്തിൽ IC, മോസ്ഫെറ്റ്, ട്രാൻസിസ്റ്റർ, അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ബോർഡുകൾ, ആംപ്ലിഫയർ ബോർഡുകൾ കിട്ടും. അപ്പോൾ ഈ ആംപ്ലിഫയർ ബോർഡുകളിലൊക്കെ ഒരു റേറ്റിംഗ് ഉണ്ടാവും, വോൾട്ടേജ് റേറ്റിംഗും ആംപിയർ റേറ്റിംഗും. അപ്പൊ ആ ആംപിയറും വോൾട്ടേജും കിട്ടുമ്പോൾ ഇത്ര വാട്ട്സ് എന്നുള്ള ഒരു റേറ്റിംഗ് ഉണ്ടാവും. ഈ ആംപ്ലിഫയർ ബോർഡ് കൊണ്ടുപോയിട്ട് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ ആ സ്പീക്കർ ഈ റേറ്റിംഗ് അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്പീക്കറിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ 5 ആംപിയർ ഇത്ര വോൾട്ടേജ് അല്ലെങ്കിൽ 3 ആംപിയർ ഇത്ര വോൾട്ടേജ് അങ്ങനെ കൊടുക്കുമോ ഇത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഇത്ര ആംപിയർ കൊടുക്കുമോ ഇത്ര ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ആംപിയറിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും അവിടെ. അപ്പോ നമ്മളുടെ ആ ബോർഡിൽ എത്ര ആംപിയർ പോകുന്നുണ്ടെന്ന് അറിയാൻ നമുക്ക് ഈ ക്ലാം മീറ്ററോ അങ്ങനെ എമ്മീറ്ററോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം എത്ര ആംപിയർ ആണ് വർക്ക് ചെയ്യുന്നത്, എത്ര ആംപിയർ ആണ് ആ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ, അതായത് വർക്ക് ചെയ്യുമ്പോൾ. നമ്മൾ ആംപ്ലിഫയർ ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ മോട്ടറോ ഫാനോ മിക്സിയോ അങ്ങനെയൊന്നുമല്ല, ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ കാര്യം പറയുന്നത്. അപ്പൊ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു പീക്കും ലോ ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. നമ്മളെ സൗണ്ട് ലെവൽ അനുസരിച്ചാണ് ഡ്രെയിൻ ഉണ്ടാവുക. അപ്പൊ ആ ലെവല് ആ ആംപിയർ എത്രത്തോളം ഡ്രെയിൻ ചെയ്യുന്നത് അതിങ്ങനെ വേരിയേഷൻ ആയിട്ട് തന്നെ നമ്മൾക്ക് ആംമീറ്ററിൽ കാണാം. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ തരത്തിൽ ആംപിയർ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മുമ്പ് വീഡിയോയിൽ ടെസ്റ്റ് ചെയ്ത പോലെ ഒരൊറ്റ ഫ്രീക്വൻസി കൊടുക്കും, 50, 100, 80 അങ്ങനെ ഏതെങ്കിലും ഒരു കൃത്യ ഫ്രീക്വൻസി കൊടുത്താൽ നമുക്കത് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് ആംപിയറും ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അതിനൊരു വേരിയേഷൻ ഉണ്ടാവില്ല. മ്യൂസിക് ആണെങ്കിലോ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ വേരിയേഷന് അനുസരിച്ച് തന്നെയാണ് ഇതിനകത്തുള്ള ആംപിയർ ഡ്രെയിൻ ആവുന്നത്. ഈ ഡ്രെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ അത് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്നില്ല, അതായത് ഇതൊരു കന്നാസിലോ മറ്റോ വെച്ചതെന്നല്ല, ഇത് ഇന്നൊരു ഫംഗ്ഷൻ തന്നെ ഉണ്ട്. അപ്പൊ അതായത് ഈ ആംപിയർ ഫ്ലോ ബോർഡിൽ കൂടി നടക്കുമ്പോഴാണല്ലോ ബോർഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ആംപിയറിന്റെ ഫ്ലോ ഈ വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ വോൾട്ട് ഇല്ലാതെ വെറും 5 ആംപിയർ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇല്ല. കാരണം ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ സാധനം ഈ എല്ലാ കണ്ടക്ടറുകളുള്ള സാധനമാണ്. അപ്പോ ആ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഈ വോൾട്ടേജ് പുഷ് ചെയ്യുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഭീകരമായ സയൻസ് ഒന്നും നമുക്ക് ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിന് ആവശ്യമില്ല. അപ്പൊ ഈ ചോദ്യം ഉണ്ടാവാൻ കാരണം, ഈ സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു സാധാരണക്കാരൻ സ്വന്തമായിട്ട് ഒരു ആംപ്ലി അസംബിൾ ചെയ്യാം, അതായത് വല്ലാതെ അതിനെ പറ്റി പഠിക്കുകയും ചെയ്യാത്ത ഒരാൾക്ക് കുറച്ച് വീഡിയോകൾ കണ്ടാൽ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാം. അപ്പൊ അയാൾ ഒരു ബോർഡ് വാങ്ങി, ഒരു സ്പീക്കർ വാങ്ങി, ബോക്സ് അടിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് സംശയങ്ങൾ 100 കണക്കിനുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ കൊടുത്തത് ഇതിന് കറക്റ്റ് ആണോ, ഇത് കൂടിയതാണോ, അതായത് ബോർഡ് കത്തിപ്പോവാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇനി അതല്ല വർക്കിംഗ് കിട്ടില്ലേ, ഇത് കൂടുതലാണോ കുറവാന്നുള്ള സംശയം, വർക്കിംഗ് കിട്ടില്ല എന്നുള്ള സംശയം. ഇനി അഥവാ എല്ലാം കൊടുത്ത് ധൈര്യത്തിൽ ഓണാക്കി അത് പതറുക ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവിടുത്തെ സംശയം ആംപിയർ പോരായ്മയാണോ, വോൾട്ടേജ് പോരായ്മയാണോ, സ്പീക്കറിന്റെ കുഴപ്പമാണോ. അപ്പൊ അതിലാണ് ആംപിയറിന്റെ ചോദ്യം വല്ലാതെ വന്നത്. അപ്പൊ ഈ ആംപിയർ എന്ന് പറഞ്ഞത് ഈ ബോർഡിന് ആവശ്യമുള്ള അത്ര തന്നെ ഡ്രെയിൻ ചെയ്യുന്നു. ഈ ബോർഡ് എത്രത്തോളാണ് പെർഫോം ചെയ്യുന്നത്, എത്രത്തോളം ലൗഡിലാണ് പെർഫോം ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ആംപിയറിന്റെ ആവശ്യം. അത് അത്രയും പവർഫുൾ ആയ സൗണ്ടുകൾ വരുമ്പോൾ മാത്രമേ ആംപിയറിന്റെ ആവശ്യമുള്ളൂ, അല്ലാതെ അത്ര ആംപിയറിന്റെ ആവശ്യമില്ല. ഇപ്പൊ 1 ആംപിയറിന് എത്ര വാട്ട്സ് കിട്ടും? അപ്പൊ 1 ആംപിയർ കൊടുത്താൽ 1 ആംപിയർ കൊടുക്കുന്നത് 1 ആംപിയർ 27 വോൾട്ട് ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 27 വോൾട്ടിന് 1 ആംപിയർ കൊടുത്താൽ അതിന്റെ ആ ഫോർമുല വെച്ചിട്ട്, അതായത് വാട്ട്സ് P = V × I എന്നുള്ള ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അതായത് ഇപ്പൊ 27 വോൾട്ടാണ് കൊടുക്കുന്ന 1 ആംപിയർ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ 27 × 1 ആംപിയർ, അതാണ് 27 ആണ് അതിന്റെ വാട്ട്സ്. ഒരു സിഗ്നൽ ഇൻപുട്ട് കൊടുത്ത് അപ്പുറത്ത് ലോഡ് വന്ന് അതിന്റെ ആ സിഗ്നൽ ലെവൽ വരുമ്പോൾ മാത്രമേ ഒരു ആംപ്ലിഫയറിൽ ലോഡ് ആവുന്നുള്ളൂ. അപ്പൊ ഈ ആംപിയർ ഒക്കെ കൂടുതൽ ചെലവാകാതെ നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സൗണ്ട് ആംപിയർ ചെലവാകാതെ കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് എഫിഷ്യൻസി കൂടിയ സ്പീക്കേഴ്സ് ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മളെ സെൻസിറ്റിവിറ്റി ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞല്ലോ.
സെൻസിറ്റിവിറ്റി കൂടിയ സ്പീക്കേഴ്സ്, അതായത് 85, 90, 95, 93 അങ്ങനെ മേലോട്ട് 100ന്റെ മേലേക്ക് പോകുന്ന വലിയ വലിയ കൂടിയ ടൈപ്പ് സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ 85 മുതൽ തന്നെ വളരെ കുറഞ്ഞതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. 85 ഒക്കെ തന്നെ ഒരു വിധം നമ്മളുടെയൊക്കെ ബ്രാൻഡുകളിലൊക്കെ ഒരു വിധം വരുന്ന 85 ആണ്. നമുക്കൊരു 90 കിട്ടിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബെസ്റ്റ് എഫിഷ്യൻസി ഉള്ള സ്പീക്കർ. അപ്പൊ എന്താണ് എഫിഷ്യൻസി പറയാൻ കാരണം എന്ന് വെച്ചാൽ, എഫിഷ്യൻസി കുറഞ്ഞ സ്പീക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടിയ പവറുള്ള ആംപ്ലിഫയർ വേണം. അതാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. എത്രത്തോളം എഫിഷ്യൻസി കുറയണോ അത്രത്തോളം ഡബിൾ ആയിട്ട് ആംപ്ലിഫയർ കൂടും. എഫിഷ്യൻസി കുറയാന്ന് പറയുമ്പോൾ 75 dB നമുക്ക് വേണ്ട ലൗഡ്നെസ് എത്താൻ എത്രയും ആംപ്ലിഫയർ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എഫിഷ്യൻസി കൂടിയൊരു സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ അത്രയും തന്നെ പകുതിയായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും വാട്ട്സ് എത്രത്തോളം കുറയണോ അത്രയും പവർ കൺസംഷൻ കുറയാണ്. അപ്പോൾ ആംപ്ലിഫയർ ഡബിളിംഗ് എന്ന് പറയുന്നത് ആംപ്ലിഫയറിന്റെ വാട്ട്സ് ഡബിൾ ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. 40 വാട്ട്സിന്റെ ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ അത്ര തന്നെ പിന്നെയും വേണം മറ്റൊരു 3 dB എക്സ്ട്രാ നമുക്ക് കിട്ടാൻ. അപ്പൊ അത്ര തന്നെ നേരെ പകുതിയാക്കുമ്പോൾ അത്ര തന്നെ 3 dB കുറയും. അങ്ങനെയാണ് ആ ലൗഡ്നെസ് വർക്ക് ചെയ്യുക. അപ്പൊ ആ ഡബിൾ ചെയ്യുന്നത് ആ വാട്ട്സ് ഡബിളിംഗിൽ നമുക്ക് വോൾട്ടേജും ആംബിയറും ഒരുപാട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി കൂടിയ സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് 1000 കണക്കിന് വാട്ട്സ് ഉള്ള ആംപ്ലിഫയർ ആവശ്യമില്ല. അതായത് കുറഞ്ഞ dB സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ, കൂടുതൽ പവർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ആ മ്യൂസിക്കിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമായതുകൊണ്ട് അത് വളരെ സിമ്പിളാക്കി നമ്മൾ സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറയാൻ എനിക്ക് തന്നെ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഏകദേശം ഒരു ഹിന്റ് വെച്ചിട്ട് നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ കയ്യിലുള്ള വെച്ചിട്ട് നമ്മളത് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കിയിട്ട് അത് മനസ്സിലാക്കേണ്ടി വരും. അല്ലാതെ എഫിഷ്യൻസിയും വാട്ട്സും ആംബറും കൂടെ ഉള്ള മാച്ചിങ് മനസ്സിലാവില്ല. ഇതിന് യഥാർത്ഥ ഒരു പേര് പറയാന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ ടു സ്പീക്കർ മാച്ചിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ആംബിയർ ടു സ്പീക്കർ മാച്ചിങ് എന്ന് പറയാം. ഇങ്ങനെ ഒരു മാച്ചിങ് ആണ് ഇത് തമ്മിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്, ഇത് മനസ്സിലാക്കാനും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതായത് അതിനകത്തുനിന്ന് അതിന്റെ ആ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്റെ ഇന്ന് മറ്റെന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, എന്റെ ഇന്ന് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ ട്രാൻസ്ഫോമറും ആംബിയറും ഈ 5 ആംബിയർ 3 ആംബിയർ 1 ആംബിയർ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എഫിഷ്യൻസി കുറഞ്ഞ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ, എഫിഷ്യൻസി കുറഞ്ഞ ഔട്ട്പുട്ട് സാധനങ്ങൾ, അതായത് ഔട്ട്പുട്ട്സ് നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കൂടുതൽ ആംബിയർ തള്ളി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാക്ടിക്കലായ കാര്യമല്ല. ഇപ്പൊ 5 ആംബിയർ കൊടുത്തിട്ടും പതറി പോണ ആയിരക്കണക്കിന് ആംപ്ലിഫയറുകൾ, 5 ആംബിയർ റേറ്റിംഗ് ഉള്ള ബോർഡിൽ 5 ആംബിയർ കൊടുത്തിട്ടും 5 ആംബിയർ പ്രൂവ്ഡ് ആയിട്ടുള്ള സാധനം കൊടുത്തിട്ടും പതറിച്ച വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള 1000 കണക്കിന് കമന്റ്സ് നമ്മളെ ചാനലിലുണ്ട്. എനിക്ക് വാട്സപ്പിലും കമന്റ് ഉണ്ട്. അപ്പൊ അതിന് കാരണം ഒന്ന് എഫിഷ്യൻസി കുറഞ്ഞ സ്പീക്കർ ആയിരിക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. കൂടുതൽ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.